ആഹാ അതേണ്ട എന്തോ ഇന്ന് പരിപാടി? ഇച്ചിരി കുടംപുളി കിട്ടി. അത് ഉടച്ച് ആ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. ആ ഉണക്കിയിട്ട് അത് പുകയിലിടണം. ഇത് ഇന്നലെ പുകയിൽ വെച്ചതാ. ഇത് ഇന്നലെ പുകയെ വെച്ചതാ. വെച്ചത് ആ പുകയെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുകയിൽ ഇത് വെക്കുമ്പോൾ അടുപ്പിന്റെ മുകളിൽ ഒരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഇരുണ്ട നിറം വരും. കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള കുടംപുളിയാണ്. ആഹാ അതേണ്ട എന്തോ ഇന്ന് പരിപാടി? ഇച്ചിരി കുടംപുളി കിട്ടി. ഇച്ചിരി കുടംപുളി കിട്ടിയല്ലേ? ആ കുടംപുളി എന്ത് ചെയ്യാൻ പോവാ? അത് ഉടച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കണം. ഉണക്കിയിട്ട് അത് പുകയിലിടണം. പുകയിലിടണം. പുകയിലിട്ട് പുക കൊള്ളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കും. ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി കുടംപുളി ആവും അല്ലേ? കുടംപുളി ആകും. എന്നിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും കൂടെ പുരട്ടി മൺഭരണിയിൽ വെക്കും അല്ലേ? അടുക്കി വെച്ചാൽ വർഷങ്ങൾ കൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല. ഒരു കുഴപ്പം വരത്തില്ല. അത് നമുക്കൊന്ന് കാണാം അത് ചെയ്യുന്നത്. ഇത് കണ്ടേ, അടിപൊളി കുടംപുളിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ട് അത് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കേട് കൂടാതെ നമുക്ക് പുളിയാക്കി എടുക്കാൻ പറ്റും. പുളി രണ്ട് സൈസ് ഉണ്ട്. രണ്ട് സൈസ് ഉണ്ട്. രണ്ട് സൈസ് പുളിയുണ്ട്. അതേതൊക്കെ സൈസാ വരുന്നത്? വരിക്കപ്പുളിയുണ്ട്, വരിക്കയും കൂഴിയുണ്ട് അല്ലേ? ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന ഏതാ? ഇത് വരിക്കയുണ്ട്, കൂഴിയുണ്ട്, രണ്ട് മിക്സ്ഡാ. വരിക്കയും കൂഴിയുണ്ട് അല്ലേ? അപ്പോൾ ഈ കുടംപുളി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ കുടംപുളി കുടത്തിലാണ് സൂക്ഷിക്കുന്നത്. ഒപ്പം നമ്മുടെ ഈ തോട്ടിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും ഈ മരം ഉള്ളത്. അതിങ്ങനെ തോട്ടുപുളി എന്നും പറയും, കുടംപുളി എന്നും പറയും. രണ്ട് പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സൂക്ഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ഭരണിക്കകത്താണേ. ഈ ഭരണിക്കകത്ത് ഇങ്ങനെ ഇത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കേട് കൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഉണക്കിയെടുത്തിട്ടുള്ള കുടംപുളിയാണ് ഈ കാണുന്നത്. ഈ കയ്യിൽ കാണുന്ന ഈ ഒരു പുളിയെ ഈ കുടത്തിലെ ഈ കുടംപുളിയാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. ഇത് പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രോസസ്സിങ് ആണ്. ഇത് ഉടച്ച് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയതിന് ശേഷം നമ്മൾ സാധാരണ വീടുകളിൽ എന്താ പറയണ്ടേ, ഒരു ഇറുക്കിലെ കോർത്തൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ അടുപ്പിൻ്റെ മുകളിലായിട്ട് കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് സാധാരണ വീടുകളിലൊക്കെ ഉണക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ അതിന് വേണ്ടി പ്രത്യേകം നമുക്കൊരു അടുപ്പ് കൂട്ടിയിട്ട് ഇത് വെയിലത്തൊന്ന് ഉണക്കിയതിന് ശേഷം പുകയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പം ഇവിടുന്ന് പൊട്ടി വരും. പൊട്ടി വന്നാൽ ഈ അകത്തിരിക്കുന്ന സാധനമില്ലേ, ഇതിന് ഭയങ്കര മധുരവും പുളിയും ഒരുപോലെ വരുന്നതാണ്. ഇത് കഴിക്കാൻ പറ്റും. ഈ കുരുപ്പിക്കാണ്. ഇത് ഇന്നലെ പൊട്ടിച്ചിട്ട് പുകയിലിട്ടിട്ട് വീണ്ടും വെയിലത്ത്. ഇന്നലെ ഇത് പൊട്ടിച്ചിട്ട് പുകയിലിട്ടിട്ട് വീണ്ടും വെയിലത്തിട്ട് ഉണക്കിയെടുക്കും അല്ലേ? അപ്പൊ ഈ കാണുന്നതാ ഇപ്പുറത്ത്, ഇത് ഇന്ന് പൊട്ടിച്ച് വെച്ചതാ. നമ്മളിപ്പം പൊട്ടിച്ചതല്ലേ? ഇപ്പൊ പൊട്ടിച്ച് അത് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. വെയിലത്തിട്ടൊന്ന് ഉണക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടും അല്ലേ? വാട്ടിയിട്ട് നേരെ കൊണ്ടുവന്ന് പുകയിലോട്ടാ അല്ലേ? ഇത് ഇന്നലെ പുകയെ വെച്ചതാ. ഇത് ഇന്നലെ പുകയെ വെച്ചതാ. ആ പുകയെ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അടുപ്പിന്റെ മുകളിൽ ഒരു തട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഇരുണ്ട നിറം വരും. ഇരുണ്ട നിറം വരും. അപ്പോൾ അങ്ങനെ ഇട്ട് നമുക്ക് ഉണക്കി കൃത്യമായിട്ട് ഉണക്കിങ് എടുക്കാം. ഈ പുകയിലിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്നറിയോ? എന്താ, കുറച്ച് നാള് ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും. മാവിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉത്തമമായിരിക്കും. കുറച്ച് കൂടുതൽ നാളിരിക്കും അല്ലേ? എന്നിട്ട് ഇത് ഭരണിയിലല്ലേ സൂക്ഷിച്ചു വെക്കുന്നേ? അതെ, മൺഭരണിയിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടിയിട്ട്, ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നല്ലപോലെ കൂട്ടിപ്പരട്ടി. ചിലവർ മഞ്ഞപ്പൊടി ഇടത്തില്ല, ചിലവർ വെളിച്ചെണ്ണയും ഉപ്പും മാത്രം കൂട്ടി പുരട്ടിയിട്ട് മൺപാതിനെ തപ്പിപ്പൊത്തി ആൺമൂടി കെട്ടി അവിടെ വെച്ചാൽ എത്ര നാൾ വേണേലും നമുക്ക് കേടുകൂടാതെ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പം ഇതുപോലെ നമ്മൾ ഉണക്കിയെടുക്കുന്ന പുളിയാണ് കൂടുതലും എടുക്കുന്നത് അല്ലേ? അതെ. നമുക്ക് ഈ ബന്ധു വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരും. എന്നിട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ച് ഇതുപോലെ ഉണക്കി പുക കൊള്ളിച്ചിട്ട് ഇതുപോലാക്കി ഇനിയിപ്പോൾ ഇത് ഇനിയും ഒരു വട്ടം കൂടെ പുകയിടണം അല്ലേ? പുകയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് തപ്പിപ്പൊത്തി ഭരണി വെച്ച് കഴിഞ്ഞാൽ നല്ല കിടിലൻ കുടംപുളി കിട്ടും കേട്ടാ. ചേരില്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഒരു നെറ്റ് കിട്ടി. ഒരു ഫ്രിഡ്ജിന്റെ പഴയ നെറ്റ് കിട്ടി. ആ നെറ്റ് കിട്ടി. അപ്പൊ അത് ഇങ്ങനെ അടുപ്പ് പോലെ കൂട്ടിയിട്ട് അത് ആ നെറ്റ് അതിനകത്ത് വെച്ചിട്ട് പുളി ഇങ്ങനെ നിരത്തിയിട്ട് നമ്മളിപ്പോ പുക കൊടുക്കുവാണ്. പുക കൊടുത്തു കഴിയുമ്പോ ഇനി ഒരു വാട്ടമാവും അല്ലേ? വാട്ടമാകും. അപ്പൊ ഇങ്ങനെ പുക കൊടുക്കും. പുക കൊടുക്കുവാണിപ്പോ. പുക കൊടുത്തത് വാടി വരും. എത്ര നേരം ചെയ്യണം അത് 2 ദിവസം പുകയിട്ട അത്രയും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുകയിട്ട് കൊടുക്കണം. പുകയിട്ട് കൊടുക്കുക. ഇപ്പൊ മാവില സൈഡിൽ ഇരിക്കുന്നതിന്റെ കാര്യം, മാവില ഇട്ട് കൊടുക്കുമ്പോൾ അത്രയും കൂടെ നല്ലതാണ്. പുളിക്ക് ഒരു നല്ലൊരു ഇത് കിട്ടും. മാവില ഇടുമ്പം കുറെ നാൾ ഇരിക്കും. ഇരിക്കും. ഉറപ്പാണല്ലേ? ഒരു കറയുണ്ട് ഈ പുളിക്ക്. കറ
ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാവല ഇടുന്നത്. മാവല ഇട്ട് ഇതിപ്പോ ഇങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ എത്ര നേരം കത്തിക്കും? ഇത് പുക നിൽക്കുന്നത് വരെ നമ്മൾ പുകച്ചോണ്ടിരിക്കണം. പുക കാണിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് ഈ കാണുന്നത്. അപ്പൊ ഇതിനിപ്പോ അടുത്ത ദിവസവും കൂടി ഒന്ന് നാളെ അപ്പൊ ഇതുപോലെ ആകും. നാളെ ഇത് ഈ കളർ, ഈ കറുത്ത കളറാവും അല്ലേ? ഈ കളറിലേക്ക് ഇത് നാളെ ഒന്ന് ഉണക്കി കൊടുക്കണം. നാളെ ഒന്നും കൂടെ ഒന്ന് ഉണക്കി കൊടുക്കണം അല്ലേ? ഉണക്കി കൊടുത്തിട്ട് നമുക്ക് ഭരണിക്കകത്തോട്ട് മാറ്റാം.